ഹായ് ഹലോ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ട് സേഫ് ആയിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഇന്ന് വീണ്ടും അമ്മമാർക്കുള്ള വേണ്ടിയിട്ടുള്ള ഒരു ടിപ്സും കൊണ്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. എൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ് ഞാനിത് ഗോത്രൂ ചെയ്തത്. രണ്ട് മക്കൾക്കും ഗോത്രൂ ചെയ്തൊരു എക്സ്പീരിയൻസ് ആണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. നമ്മുടെ മക്കളിൽ വന്നിട്ട് ഒരു 3 months 4 months ആവുമ്പോൾ ഈ തലയിൽ വന്നിട്ട് പുറ്റ് അല്ലെങ്കിൽ താരൻ കാണാനിടയുണ്ടാവില്ലേ? എൻ്റെ മോനും ഉണ്ടായിട്ടുണ്ട്, അതേപോലെ തന്നെ മോൾക്കും ഉണ്ടായിട്ടുണ്ട്. ഞാൻ എന്താണ് ചെയ്തത് മാറാൻ എന്നല്ലേ? ചിലവർക്ക് കുറച്ചേ ഉണ്ടാവുള്ളൂ, ചിലർക്ക് ഒരുപാട് കാണും. അവന് മുടി മോന് വന്നിട്ട് മുടിയുള്ളത് കൊണ്ട് ഇവിടെ കുറച്ചധികം ഉണ്ടായിരുന്നു, ഇവിടെയൊക്കെ വരുന്നുണ്ടായിരുന്നു. മോൾക്ക് വന്നിട്ട് ഇവിടെ മുടി കുറവാണ്, അപ്പൊ അവൾക്ക് വന്നിട്ട് നല്ലോണം വന്നിരുന്നു. ഈ 4th month ആകുമ്പോൾ വരും. ഒരുവിധം എല്ലാ കുട്ടികൾക്കും കാണാൻ സാധ്യതയുണ്ട്. ചിലവർക്ക് ഭയങ്കര അധികമായിരിക്കും, ഇവിടെയൊക്കെ വരാൻ സാധ്യതയുണ്ട്. ഇറങ്ങിയിട്ട് ഇവിടെയൊക്കെ കാണും, ഈ ഭാഗങ്ങളിലൊക്കെ കാണാൻ സാധ്യതയുണ്ട്. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള നമ്മൾ സിമ്പിൾ ആയിട്ടുള്ള റെമഡീസ് എന്താണ് ചെയ്യാൻ പറ്റുക? ഒരുപാട് അധികം ആണെങ്കിൽ നിങ്ങൾ എന്തായാലും പീഡിയാട്രീഷ്യനെ കാണിക്കണം. അതിനു മുമ്പ് നിങ്ങൾ കണ്ടു തുടങ്ങുമ്പോൾ 4th month തൊട്ട് 1 year വരെയൊക്കെ വരാൻ സാധ്യതയുണ്ട്. കുഞ്ഞു മക്കൾക്ക് ഇതിനെ ക്രാഡിൽ ക്രാപ്പ് എന്ന് പറയും. ക്രാഡിൽ ക്രാപ്പ് എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത്. വെള്ള പിറ്റ് പോലെ, ഞാൻ ഇവിടെ ഇമേജസ് കൊടുക്കാം. വെള്ള പിറ്റ് പുറ്റ് പിറ്റ് എന്നൊക്കെ പറയും അതിന്. അതുപോലെ വരുന്നത് കട്ട കട്ട താരൻ പിടിച്ചു വരിക്കുന്ന പോലെ ഉണ്ടാവും. കാരണം ഇളക്കി നല്ലോണം നമുക്ക്, കാരണം കുട്ടികളുടെ തലേതുകൊണ്ട് ഒരുപാട് ഇങ്ങനെ ഇളക്കി വിടാൻ സാധിക്കില്ല. അപ്പൊ നമ്മൾ ചെയ്യേണ്ട റെമഡീസ് എന്തൊക്കെയാന്ന് വെച്ചാൽ, ടിപ്പ് നമ്പർ 1, ഒരുപാട് എണ്ണ തേച്ച്, നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടാവുമല്ലോ, തലയിൽ മൊത്തം എണ്ണ തേച്ച് കുളിപ്പിക്കണം. അത് ആ എണ്ണ മൊത്തം കഴുകി കളയില്ല, അവിടെ ഇരിക്കുകയും ചെയ്യും, അങ്ങനെ തലയിൽ തന്നെ വെക്കുകയും ചെയ്യും. അങ്ങനെ ചെയ്യരുത്. എണ്ണ തേക്കുകയാണെങ്കിൽ നല്ലോണം കഴുകി കളയാൻ നിങ്ങൾ ശ്രമിക്കണം. മൈൽഡ് ആയിട്ടുള്ള ഷാമ്പൂ ഇട്ട് നല്ലോണം കഴുകി കളയുക. ഡെയിലി എണ്ണ തേക്കേണ്ട ആവശ്യമൊന്നുമില്ല കുട്ടികൾക്ക്. ആ എണ്ണ നിൽക്കുമ്പോൾ ആ പിറ്റ് അവിടെ ഇങ്ങനെ ആ താരൻ ക്രാഡിൽ ക്രാപ്പ് വന്നിട്ട് താരൻ അവിടെ വന്നിട്ട് ഇങ്ങനെ അടിഞ്ഞു കൂടാനുള്ള സാധ്യതയുണ്ട്. അവിടെ ഇങ്ങനെ അട്ടി പിടിച്ചിരിക്കാനും സാധ്യതയുണ്ട്. പിന്നെ നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ, സിമ്പിൾ ടിപ്സ് ഞാൻ ഇവന് സിമ്പിൾ ആയിട്ട് ചെയ്ത സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവൻ ഈ തലയിൽ വന്നിട്ട് മോൾക്ക് ഇപ്പോൾ ചെറുതായിട്ട് ഇങ്ങനെ സോഫ്റ്റ് ആയിട്ടുള്ള കോമ്പോ വല്ലതും ഉണ്ടാവില്ലേ, അത് വെച്ച് ഇങ്ങനെ മെല്ലെ ഇങ്ങനെ ഇളക്കി കൊടുക്കുക. കുളിക്കുന്നതിന് മുമ്പ് ഫ്രീ ആയിരിക്കുന്ന സമയത്ത് അതിങ്ങനെ ഇളകി വരും. ഇളകി വന്നതിന് ശേഷം തല ഇങ്ങനെ കുളിക്കുമ്പോൾ കഴുകി കളയുക. അപ്പൊ ആ ഇളകിയതൊക്കെ കഴുകി പൊക്കോളും. അത് നമുക്ക് ചെയ്യാവുന്നതാണ്. ഇനി ഒരുപാട് ഇത് മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ കേട്ടോ. പിന്നെ ചെയ്യാവുന്ന ചെറിയ ഹോട്ട് ഓയിൽ, അതായത് നമ്മൾ വെള്ളത്തിൽ ഇറക്കി വെച്ചിട്ട്, നേരെ കുപ്പിയിൽ വെച്ച് തിളച്ച എണ്ണയല്ല, ഈ ചെറു ചൂടുവെള്ളത്തിൽ നമ്മൾ ഇറക്കി വെച്ചിട്ട് ചൂടാക്കുമല്ലോ, ആ എണ്ണ വന്നിട്ട് നമ്മൾ കുട്ടികൾക്ക് വന്നിട്ട് നേരെ ചെറിയ ചൂടായിട്ട് അതിങ്ങനെ ഇളക്കിയിട്ട് ഇങ്ങനെ തേച്ച് ഇവിടെയൊക്കെ തേച്ച് പിടിപ്പിച്ചിട്ട് ഒരു 5 minutes കഴിയുമ്പോൾ മൈൽഡായിട്ടുള്ള ഷാമ്പു യൂസ് ചെയ്തിട്ട് കഴുകി കളയുക എന്നുള്ളതാണ് ചെയ്യുന്നത്. തലയിൽ എണ്ണ എപ്പോഴും നിൽക്കാൻ നിങ്ങൾ അനുവദിക്കരുത്. ഈവൻ ഒരുപാട് കുളുക്കനൊന്നും തലയിൽ എണ്ണ തേക്കേണ്ട ആവശ്യമില്ല. മൈൽഡായിട്ട് എണ്ണ തേച്ചാൽ മതിയാവും. അപ്പൊ അങ്ങനത്തെ സിമ്പിൾ സംഭവം ചെയ്താൽ മതി കേട്ടോ. സത്യം പറഞ്ഞാൽ ഞാൻ അവർക്ക് അതാണ് ചെയ്തിരിക്കുന്നത്. ഇൻ കേസ് നിങ്ങൾക്ക് ഒരുപാട് ഉണ്ടെന്നുണ്ടെങ്കിൽ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, വേപ്പിന്റെ ഇല ഉണ്ടാവില്ലേ, ആരി വേപ്പിന്റെ ഇല, ഞാൻ ഈ പറഞ്ഞ പോലെ ഞാനത് ചെയ്ത് കാണിക്കുന്നില്ല. കാരണം എൻ്റെ മോൾക്കും മോനും അതിന്റെ ആവശ്യം വന്നിട്ടില്ല. എങ്കിലും ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇത് പറയുകയാണ്. ആരി വേപ്പിന്റെ ഇല നാട്ടിലൊക്കെ അവൈലബിൾ ആയിരിക്കും. അത് നമ്മൾ നല്ലോണം തിളച്ച വെള്ളത്തിലിട്ട് അതിങ്ങനെ തിളപ്പിച്ച് നല്ലോണം കുറുക്കുക. അതിന്റെ സത്ത് ഇറങ്ങിയ ശേഷം അതിന് തലേദിവസം ആറി വെച്ചിട്ട് നമ്മൾ ഈ പിറ്റേ ദിവസം തലയിൽ കുളിക്കുന്ന സമയത്ത് അത് യൂസ് ചെയ്ത് കുളിപ്പിക്കുക. ഒരു 1 week അത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ കംപ്ലീറ്റ്ലി അത് ക്യൂർ ആവും. കാരണം വേപ്പിന്റെ ഇല വന്നിട്ട് ഈ താരന്റെ ഡാൻഡ്രഫ്, ഈവൻ വലിയ ആൾക്കാർ പോലും അങ്ങനെ ആര്യവേപ്പിന്റെ ഇലയിൽ കുളിച്ചു കഴിഞ്ഞാൽ, വേപ്പിന്റെ ഇലയിൽ കുളിച്ചു കഴിഞ്ഞാൽ താരൻ അല്ലെങ്കിൽ ക്രാഡിൽ ക്രാപ്പ് എന്നൊക്കെ ഉള്ള ഒരു സംഭവത്തിൽ നിന്ന് ഭയങ്കരമായിട്ട് ക്യൂർ ആവും. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ട ടിപ്സ് ഇതാണ്, റെമഡീസ് ഇതാണ്. സിമ്പിൾ ഹോം റെമഡീസ്. ഭയപ്പെടേണ്ട കാര്യമൊന്നുമില്ല. കുട്ടികൾക്ക് ഇങ്ങനെ തലയിൽ വരുന്നതുകൊണ്ട് അയ്യോ എന്താണ്. പിന്നെ ഒരു പറയുന്ന കേട്ടിട്ടുണ്ട്, ഈ ഓട്ടോമാറ്റിക്കലി ഇങ്ങനെ തലയിൽ വരുമ്പോൾ കുട്ടികൾ അങ്ങനെ ഇങ്ങനെ ആക്കി കളയരുത്, അങ്ങനെ ചെയ്യാൻ പാടില്ല, ഫസ്റ്റ് ഹെയർ കട്ട് ചെയ്യുമ്പോഴേ ചെയ്യാൻ പാടുള്ളൂ എന്നൊക്കെയുള്ള രീതിയിൽ. അങ്ങനെയൊന്നുമില്ല. ഇത് കാരണം ഒരുപാട് ഈ ഇൻക്രീസ് ആവാൻ സാധ്യതയുണ്ട്. അപ്പൊ നിങ്ങൾ തുടക്കത്തിലേക്ക് കാണുമ്പോൾ തന്നെ ജസ്റ്റ് ഈ ഞാൻ പറഞ്ഞ പോലെ ഫസ്റ്റ് വന്നിട്ട് ചെരുപ്പ് കൊണ്ടോ അല്ലെങ്കിൽ ചെറുതായിട്ട് ഇങ്ങനെ മൈൽഡായിട്ട് കൈ കൊണ്ട് യൂസ് ചെയ്ത്, കാരണം ഇവരുടെ സ്കാൽപ്പ് ഭയങ്കര സോഫ്റ്റ് ആണ്. സോ നമ്മൾ ചെറിയ കോമ്പൗണ്ട് മെല്ലെ ഇങ്ങനെ ഇതാക്കി കൊടുത്ത് കഴുകി കളയുക. അല്ലെങ്കിൽ ചൂട് എണ്ണ തേക്കുമ്പോൾ തന്നെ നമുക്ക് ഇങ്ങനെ ഇളകി വരും. പക്ഷെ എണ്ണ നിൽക്കാൻ പാടില്ല. എണ്ണ തേച്ച് ഇതാക്കുമ്പോൾ തന്നെ ഇങ്ങനെ ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ അത് വരും. അത് ഇളകി പോകുന്നതാണ് ടിപ്പ് നമ്പർ 2. പിന്നെ ടിപ്പ് നമ്പർ 3 എന്ന് പറയുന്നതാണ്, ഈ ഞാൻ പറഞ്ഞ പോലെ ഒരുപാട് ഇതാവുന്നവർക്ക് ഈ വേപ്പിന്റെ ഇല തിളപ്പിച്ച് ആറിയ വെള്ളം തലേദിവസം തിളപ്പിച്ച് കുറുക്കി വെച്ചതിന് ശേഷം അത് തലയിൽ തേച്ച് കുളിക്കുക എന്നുള്ളത്. എന്നിട്ടും ഒരുപാട് ഇതാണ് മാറുന്നില്ല എന്നുണ്ടെങ്കിൽ, കാരണം ചില കുട്ടികൾക്ക് കണ്ണ് വരെയൊക്കെ പടരാൻ സാധ്യതയുണ്ട്. അവർക്ക് അത് ഭയങ്കര ഇതായിരിക്കും. ചിലർക്ക് ഭയങ്കര ഇച്ചിങ്ങും ഉണ്ടാവാൻ സാധ്യതയുണ്ട്. എൻ്റെ മക്കൾക്ക് ഇച്ചിങ് ഒന്നും ഉണ്ടായിരുന്നില്ല, അവർക്കൊരു ഡിസ്റ്റർബൻസ് ഉണ്ടായിരുന്നില്ല. ചിലർക്ക് ഭയങ്കര ഇച്ചിങ്ങും, കുട്ടികൾക്ക് അവർക്ക് പറയാൻ അറിയത്തില്ലല്ലോ. അങ്ങനെ ഒരുപാട് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ ദയവേത് പീഡിയാട്രീഷ്യനെ കാണണം. ഹോം റെമഡീസ് കൊണ്ടിരിക്കരുത്. സോ ഈ ഒരു ടിപ്സ്
മീൻസ് ബേസിക് ആയിട്ടുള്ള ഇങ്ങനത്തെ ഇഷ്യൂസ് വരുന്നവർക്കാണ്. ഞാൻ ബേസിക് ആയിട്ടുള്ള ഈ ഒരു നോർമൽ ആയിട്ടുള്ള ഒരു സംഭവത്തിലൂടെയാണ് ഗോ ത്രൂ ചെയ്തത്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത്. ഇത് ആർക്കായാലും യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. ന്യൂ മോംസിനും ന്യൂ ബേബീസിനും യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. സോ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. സോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ആ സബ്സ്ക്രൈബ് ബട്ടണും ഒന്ന് പ്രസ് ചെയ്യണം. 3 വർഷമായിട്ട് വീഡിയോസ് ചെയ്യുന്നുണ്ട്. യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് വീഡിയോസ് ചെയ്യുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. സബ്സ്ക്രൈബേഴ്സ് ഇല്ല, ദയവേത് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യണം. കാണുന്നവരൊക്കെ യൂസ്ഫുൾ ആയി തോന്നിക്കഴിഞ്ഞാൽ നിങ്ങളുടെ സപ്പോർട്ടിന് ഒരുപാട് നന്ദി. അടുത്തൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് മോംസിന് അല്ലെങ്കിൽ ലൈഫ് സ്റ്റൈൽ വ്ളോഗ്സ്, ട്രാവൽ വ്ളോഗ്സ്, അങ്ങനെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അതുവരെയും ടാറ്റ ബൈ ബൈ. എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക. ടേക്ക് കെയർ.